So hi guys and welcome to CA Topline by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് അമേരിക്ക ചില ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നും വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിൽ ചിലത് നമ്മുടെ UN-ന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ബോഡീസ് ആണ്. ഓക്കെ, സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ ആർ വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ നേഷൻസ് അല്ലേ. അതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് എമിറ്ററും ഇവർ തന്നെയാണ്. ഓക്കെ, സോ എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നും അവർ വിഡ്രോ ചെയ്യുന്നത്? ഓക്കെ, സോ അവരങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്, സയൻസിനെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞത് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു സംഭവമേ ഇല്ല, അതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സയൻസിനെ തന്നെ പുള്ളി അങ്ങോട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ദെൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ. സോ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്? ഒരു UPSC ആസ്പിരന്റ് എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ, പ്രിലിംസിൽ ഈ UNFCCC, IPCC, പാരീസ് എഗ്രിമെന്റ്, ഇന്റർനാഷണൽ സോളർ അലയൻസ് പോലെയുള്ള സംഘടനകളെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ മെയിൻസിൽ പേപ്പർ 2-ലും പേപ്പർ 3-ലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്ന ചാലഞ്ചസ്, അവരുടെ റോൾ എന്താണ്, ഗ്ലോബൽ കോഓപ്പറേഷന്റെ റോൾ എന്താണ് ക്ലൈമറ്റ് ഗവേണൻസ്, അമേരിക്കയുടെ റോൾ എന്താണ്, ഇങ്ങനെയുള്ളൊരു ഇന്റർനാഷണൽ ഓർഡറിൽ അമേരിക്കയുടെ റോൾ എന്താണ്. അതേപോലെ തന്നെ എത്തിക്സിലോട്ട് പേപ്പർ 4 എത്തിക്സിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഈ സയൻസും പൊളിറ്റിക്കൽ ഐഡിയോളജിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഗ്ലോബൽ പവേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, സോ അമേരിക്ക ഇങ്ങനെ വിഡ്രോ ചെയ്യുന്നതിലൂടെ, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റ് ആൻഡ് മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അമേരിക്ക വിഡ്രോ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് വളരെ വലിയൊരു സെറ്റ് ബാക്ക് ആണല്ലേ. ഗ്ലോബൽ കോഓപ്പറേഷനിൽ തന്നെ വളരെ വലിയൊരു സെറ്റ് ബാക്ക് ആണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കൺസേൺസ് ആണ് നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് ആ ഒരു ഇന്റർനാഷണൽ ഗവേണൻസിന്റെ ഫ്യൂച്ചർ, ഓക്കെ, അതെല്ലാം പ്രശ്നത്തിലാണ്. ഇവിടെ ശരിക്കും അമേരിക്ക എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ റീസെന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഹി സൈൻഡ് എ മെമ്മോറാൻഡം. ഓക്കെ, ആ മെമ്മോറാൻഡം എന്താന്ന് വെച്ചാൽ 66ഓളം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നും അമേരിക്കയെ വിഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, സോ അതിന്റെ മെമ്മോറാൻഡം ആണ് അദ്ദേഹം സൈൻ ചെയ്തത്. അതിൽ പകുതിയോളം എണ്ണം ഈ യുണൈറ്റഡ് നേഷൻസിൽ, നമ്മൾ UN-ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില എഗ്രിമെന്റ്സ് ആണ്. സോ മോസ്റ്റ്ലി ഈ എഗ്രിമെന്റ്സ് എല്ലാം ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടും ഡെവലപ്മെന്റ് ആയിട്ടും ജെൻഡർ ഇക്വാലിറ്റി ആയിട്ടും ഡെമോക്രസി ആയിട്ടും ഇന്റർനാഷണൽ സെക്യൂരിറ്റി ആയിട്ടൊക്കെ അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഗ്രിമെന്റ്സ് ആണ്. സോ എന്തുകൊണ്ടാണ് അമേരിക്ക ഇതൊന്ന് വിഡ്രോ ചെയ്തത് എന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഇതൊന്നും അമേരിക്കയുടെ ഇൻട്രസ്റ്റിനെ സർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഒരു പോളിസി ആണല്ലോ ട്രംപിന്റെ. സോ ഇതൊന്നും ഞങ്ങളുടെ ഇൻട്രസ്റ്റിനെ സർവ് ചെയ്യുന്ന ഒന്നല്ല. അമേരിക്ക തന്നെ ഇങ്ങനെ പറയണം. ഓക്കെ, അമേരിക്ക എന്ത് ചെയ്താലും മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ് UN. ഓക്കെ, എന്നിട്ടും അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഇൻട്രസ്റ്റിനെ സേവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ഗ്ലോബലിസ്റ്റ് ഓർഡറിനെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിലെല്ലാം വളരെ വോക്ക് അജണ്ടാസ് ആണുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ടാക്സ് പേയേഴ്സിന്റെ മണി, അമേരിക്കൻസ് കൊടുക്കുന്ന അവരുടെ ടാക്സ് പേയേഴ്സിന്റെ മണി ഞങ്ങൾ ആവശ്യമില്ലാണ്ട് ഇതേപോലത്തുള്ള സാധനങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഇടുകയാണ്. ഓക്കെ, ലോകം നന്നാക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല എന്നുള്ളൊരു ലൈനാണ് അമേരിക്ക എടുക്കുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇത് US-ന്റെ ആ ഒരു സോവറൈനിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. രാത്രി പോയിട്ട് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ വൈഫിനെയും അവിടെ നിന്ന് തൂക്കിയെടുത്തിട്ട് വരുന്നത് പ്രശ്നമൊന്നുമല്ല. ഓക്കെ, അതൊരു രാജ്യത്തിന്റെ ഈ സോവറൈനിറ്റിയെ ചോദ്യം ചെയ്യുന്നതും അല്ല. സോ അമേരിക്ക വിഡ്രോ ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തു പറയാനുള്ളത് ഈ UNFCCC ആണ്, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNFCCC ആണ് ആ ഒരു ഫൗണ്ടേഷൻ, ഗ്ലോബൽ ക്ലൈമറ്റ് ഗവേണൻസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് UNFCCC ആണ്. ഓക്കെ, ഇതാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിന്റെ ബേസ് എന്നുള്ളത് ഇവരാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് അതൊരു ലാൻഡ്മാർക്ക് ട്രീറ്റിയാണ്, 2015 ഒരു ലാൻഡ്മാർക്ക് ട്രീറ്റിയാണ്. സോ അതിൽ കൺട്രീസ് എല്ലാം കമ്മിറ്റ് ചെയ്യാണ്. അതായത് അവരുടെ ഗ്ലോബൽ വാർമിംഗ്, എല്ലാ രാജ്യങ്ങളും ഗ്ലോബൽ വാർമിംഗ് 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമെന്നും, ശരിക്കും 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കണം, ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിലെല്ലാം നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എടുക്കണം എന്നുള്ളതാണ്. പിന്നെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നുള്ളത്, സോ അതൊരു UN-ന്റെ ആനുവൽ മീറ്റിംഗ് ആണ്. സോ ഇവിടെ 200ഓളം രാജ്യങ്ങൾ വന്നിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്യുകയും ഈ എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാം എന്ന് അവരെ നോക്കുകയെല്ലാം ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓൾസോ അണ്ടർ ദിസ് UNFCCC.
ആൻഡ് UNFCCCയുടെയും പാരീസ് അഗ്രിമെന്റിന്റെയും ആ ഒരു അണ്ടറിലാണ് ഇവർ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇവർ ആ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് പോളിസി മുന്നിലോട്ട് വെക്കുന്നത്. ഓക്കെ, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. സോ ഇങ്ങനെയുള്ള ഈ COPയുടെയും അതേപോലെ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് UNFCCC ആണ്. ഓക്കെ, ഇതൊന്ന് ശരിക്കും അമേരിക്ക വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ലീഗലി അവർ വിഡ്രോ ആയിട്ട് വരാൻ ഏകദേശം 1 വർഷം സമയമെടുക്കും. പക്ഷേ അമേരിക്ക അവരുടെ ആ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം, അമേരിക്ക ഇല്ലാണ്ട് ഈ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് നെഗോസിയേഷൻ എന്നുള്ളത് അതെന്തായാലും ദിസ് വിൽ ബി മച്ച് മോർ വീക്കർ. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് ഈ ഒരു IPCC എന്നുള്ളത്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. സോ IPCC എന്നുള്ളത് വേൾഡിലെ ടോപ്പ് ക്ലൈമറ്റ് സയൻസ് ബോഡിയാണ്. ഓക്കെ, ഇവരുണ്ടാക്കുന്ന റിപ്പോർട്ട്സ് ആണ് ഗവൺമെന്റ്സും അതേപോലെ കോടതികളും ചില പോളിസി മേക്കേഴ്സും ഒക്കെ വേൾഡ് വൈഡ് ഉള്ള പോളിസി മേക്കേഴ്സ് എല്ലാം എടുക്കുന്നത് ഇവരുടെ റിപ്പോർട്ടാണ്, IPCCയുടെ റിപ്പോർട്ടാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഡ്രോവലിൽ സീരിയസ് ആവുന്നതെന്ന് വെച്ചാൽ അമേരിക്കയുടെ സയന്റിസ്റ്റ് അവര് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ, ട്രംപിന് ഇത്തിരി ബോധം കുറവാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള ബാക്കി സയന്റിസ്റ്റ് എല്ലാം ടോപ്പാണ്. സോ അമേരിക്കയുടെ സയന്റിസ്റ്റിനെ ഇവര് US ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവരൊന്നും ഇപ്പോൾ IPCCയുടെ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. സോ ഇങ്ങനെ ഇവർ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ IPCCയുടെ ഇനി വരാൻ പോകുന്ന റിപ്പോർട്ട് എല്ലാം ഡിലേ ആവും അല്ലേ, ആൻഡ് വിച്ച് ഇൻക്ലൂഡ്സ് ദിസ് മിറ്റിഗേഷൻ റിപ്പോർട്ട് ആസ് വെൽ. സോ ഇതെല്ലാം ഡയറക്ട്ലി ഗ്ലോബൽ ക്ലൈമറ്റ് പോളിസിയെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, നമ്മുടെ പ്ലാനിങ്ങിന് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിനെയും അതേപോലെ തന്നെ ആ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് പോളിസിയെയും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ക്ലൈമറ്റ് ബോഡീസിന് പുറമെ മറ്റ് ചില മെയിൻ ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് കൂടി ഇവർ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോളാർ എനർജിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അതേപോലെ തന്നെ ഈ ഡെമോക്രസിയെയും ഇലക്ഷൻസിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്റർനാഷണൽ ഐഡിയ എന്നുള്ള ആ ഒരു ഓർഗനൈസേഷൻ. അതേപോലെ ഈ ഒരു ഗ്ലോബൽ കൗണ്ടർ ടെററിസം ഫോറം, ഇതെന്നെല്ലാം ഇവർ എക്സിറ്റ് അടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിനു മുമ്പ് WHO എന്നൊക്കെ ഇവർ പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, US ഹാസ് ഓൾറെഡി എക്സിറ്റഡ് ഫ്രം ദിസ് WHO. അതേപോലെ തന്നെ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ നിന്ന് അവർ പുറത്ത് വന്നു, UNESCO എന്ന് അവർ പുറത്ത് വന്നു. മറ്റേ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിൽ നിന്ന് 2ാമത്തെ തവണയാണ് ഇപ്പോൾ ഇവര് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇടയ്ക്ക് പുറത്തേക്ക് വരും, പിന്നെയും ചേരും, പിന്നെയും പുറത്തേക്ക് വരും. ഓക്കെ, ഇതാണ് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളത് ഇങ്ങനെയാണ്. സോ എന്തുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു ഐഡിയോളജി ഉണ്ട്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ്. സോ അമേരിക്കൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, ക്ലൈമറ്റ് ചേഞ്ച് സയൻസ്, അത് എക്സാജറേറ്റ് ചെയ്യുന്നതാണ്, അത് ഫോൾസ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അമേരിക്കയുടെ ഫ്രീഡം അതിനെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു നാഷണൽ സോവറിറ്റിയെ തന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതൊക്കെയാണ് അവർ മുന്നിലോട്ട് വെക്കുന്ന ന്യായങ്ങൾ, ഇതൊക്കെയാണ്. പിന്നെ ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് ഒരു ഹോക്സ് ആണെന്നുള്ളൊരു കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഹോക്സ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് ഒരു തട്ടിപ്പാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇന്റർനാഷണൽ ക്ലൈമറ്റ് കമ്മിറ്റീസിനെ എല്ലാം പുള്ളി ഇപ്പോൾ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അയാൾ പറയുന്നത് ഇതെല്ലാം അമേരിക്കൻ എക്കണോമിയെ വളരെയധികം നെഗറ്റീവായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ അതേപോലെ ഇവിടെയുള്ള ഒരു ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആ ഒരു മെയിൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ US കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ട്രീറ്റിയിൽ നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത് എന്ന് ആ ഒരു US കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു ട്രീറ്റിയിൽ നിന്നും എങ്ങനെ എക്സിറ്റ് അടിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല. ഇറ്റ് ഈസ് സൈലന്റ് ഓൺ ഹൗ ട്രീറ്റീസ് ആർ എക്സിറ്റഡ്. സോ ഇത് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കുകയാണ് അല്ലേ. അതായത് കോർട്ടിനെ ഇങ്ങനെ അതായത് അമേരിക്ക ഇങ്ങനെ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനെ ചാലഞ്ച് ചെയ്യാൻ കോടതിക്ക് കഴിയുമോ? ഓക്കെ, ആ ഒരു ഡിസിഷനെ ചാലഞ്ച് ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ടോ? അതേപോലെ തന്നെ ഒരു ഫ്യൂച്ചർ പ്രസിഡന്റ്, ഇനി അമേരിക്കയിൽ ഇനി ട്രംപ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആര് വരികയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് അവർക്ക് ഇതിലേക്ക് തിരിച്ച് റീജോയിൻ ചെയ്യാൻ കഴിയുമോ? അതേപോലെ തന്നെ ഈ ഇങ്ങനെ വിഡ്രോ ചെയ്യാനുള്ള പവർ പ്രസിഡന്റിനുണ്ടോ? ഇങ്ങനെയുള്ള അൺചെക്ഡ് പവേഴ്സ് അവരുടെ കയ്യിലുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ ഇതെല്ലാം all this raises the most important questions about this executive authority and democratic accountability. സോ നമ്മൾ ഗ്ലോബലി ഉള്ള റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യൂറോപ്യൻ യൂണിയനിലുള്ള ലീഡേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത് അവർ ഈ ഒരു മൂവിനെ സ്ട്രോങ്ലി അവർ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, യൂറോപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള ലീഡേഴ്സ് ദേ സ്ട്രോങ്ലി ക്രിട്ടിസൈസ്ഡ് ദിസ് മൂവ്. ഓക്കെ, വായോണ്ട് പറയാൻ ഇപ്പോൾ എല്ലാവർക്കും പറ്റും, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. അമേരിക്ക എന്താണോ പറയുന്നത് അതാണ് ശരിയെന്നാണ് യൂറോപ്പ് പൊതുവെ പറയുക.
അതേപോലെ ഈ യൂറോപ്യൻ യൂണിയന്റെ ഒരു ക്ലൈമറ്റ് കമ്മീഷണർ പറഞ്ഞത് ഈ UNFCCC എന്നുള്ളത് ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷന്റെ ഒരു ബേസ് ആണെന്നുള്ളതാണ്. ഓക്കെ, അല്ലാണ്ട് വേറെ അമേരിക്ക തെറ്റുകാരനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ദെൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഒഫീഷ്യൽസ് പറഞ്ഞത് ഈ ഒരു ഇന്റർനാഷണൽ കോഓപ്പറേഷനെ ഇത് വീക്കൻ ചെയ്യും എന്നൊക്കെ വാൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സയന്റിസ്റ്റും ബാക്കിയുള്ള സിവിൽ സൊസൈറ്റീസ് എല്ലാം പറയുന്നത് ട്രംപ് പറഞ്ഞത് ഇത് തട്ടിപ്പാണെന്നാണ്. അതായത് സയൻസിനെ തന്നെ കംപ്ലീറ്റ്ലി ആയിട്ട് ഒരു ആന്റി സയൻസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇവിടെ ട്രംപ് എടുക്കുന്നത്. ഓക്കെ, സോ ഈ സയന്റിസ്റ്റും സിവിൽ സൊസൈറ്റീസും എല്ലാം ഇവരെ അക്യൂസ് ചെയ്യുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഗ്ലോബൽ കോഓപ്പറേഷനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനാണ് ഇവർ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇത് ആന്റി സയൻസ് ആണെന്നുള്ളതാണ്. സോ ഇത് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യനെയും അതേപോലെ തന്നെ വേൾഡിനെ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഒന്ന്, ഈ ഒരു ക്ലൈമറ്റ് നെഗോസിയേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് വീക്കാക്കും. ഓക്കെ, ഒരു ഗ്ലോബൽ ഇമ്പാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ കംപ്ലീറ്റ്ലി വീക്കൻസ് ദിസ് ക്ലൈമറ്റ് നെഗോസിയേഷൻസ്. അതേപോലെ തന്നെ അമേരിക്ക പുറത്തു വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതേപോലെ തന്നെ ചിന്തിക്കും, അമേരിക്കയ്ക്ക് ഇതേപോലെ പുറത്തു വരാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് പുറത്ത് വന്നുകൂടാ, ഞങ്ങൾക്ക് തോന്നണ പോലെ ഞങ്ങൾ മറ്റേ പുകയും മാലിന്യങ്ങളെല്ലാം പുറത്തേക്ക് വിട്ടിട്ട്, അതായത് അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ്സിനെ തന്നെ അവർ ഡൈല്യൂട്ട് ചെയ്യും, അല്ലേ? ദിസ് വിൽ എൻകറേജ് അതർ കൺട്രീസ് ടു ഡൈല്യൂട്ട് ദെയർ കമ്മിറ്റ്മെന്റ്സ്. അതേപോലെ തന്നെ ആ ഒരു ക്ലൈമറ്റ് സയൻസിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്ന പോലെയാണ്. ഇനി നമ്മൾ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള ഈ ഒരു ക്ലൈമറ്റ് ആക്ഷൻസ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു മൾട്ടിലാറ്ററൽ ക്ലൈമറ്റ് ആക്ഷൻസിനെ പൊതുവെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യ. സോ മെയിൻലി ഇന്ത്യ പ്ലേസ് എ വെരി ലീഡർഷിപ്പ് റോൾ. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരു സോളാർ അലയൻസ്, ഇന്റർനാഷണൽ സോളാർ അലയൻസിലും ഈ ഗ്ലോബൽ സൗത്ത് ക്ലൈമറ്റ് നെഗോസിയേഷൻസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് റോള് കൈകാര്യം ചെയ്യുന്ന ടീമാണ് ഇന്ത്യ എന്നുള്ളത്. സോ US വിഡ്രോവല് ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് മേലെ വലിയ ഒരു പ്രഷറാണ് വെക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമുള്ള അമേരിക്കയുടെ ഈ ഒരു വിഡ്രോവല് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് ആണല്ലേ. അമേരിക്കയുടെ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആൻഡ് ബാക്കിയുള്ള ഈ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമുള്ള UN ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമുള്ള അമേരിക്കയുടെ ഈ ഒരു വിഡ്രോവല് ദിസ് മാർക്സ് എ വെരി സീരിയസ് സെറ്റ് ബാക്ക്. ഓക്കെ, മെയിൻലി ടു ദി ഗ്ലോബൽ കോഓപ്പറേഷൻ, അതേപോലെ തന്നെ സയൻസിന് എതിരായിട്ട് നിൽക്കുക, സയന്റിഫിക് കൺസെൻസസ് ആൻഡ് കളക്റ്റീവ് ക്ലൈമറ്റ് ആക്ഷൻ, അല്ലേ? സോ വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ വേണ്ട സമയത്ത് അമേരിക്ക ഇങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ദിസ് മൂവ് ഹൈലൈറ്റ്സ് ദ ഗ്രോയിങ് ചാലഞ്ചസ് ഫേസിങ് ദിസ് മൾട്ടിലാറ്ററലിസം. സോ UPSC ആസ്പിറൻസ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ഇഷ്യൂ ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കരുത്. ഇതൊരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ, ഇതൊരു കേസ് സ്റ്റഡിയാണ്. ബേസിക്കലി ഈ ഒരു ഗ്ലോബൽ ഗവേണൻസിനെ പറ്റിയും ക്ലൈമറ്റ് പൊളിറ്റിക്സിനെ പറ്റിയും ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ട് വേണം നിങ്ങൾ ഇതിനെ കാണാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ.